ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ന്യൂബി 123. നമ്മൾ ഇന്ന് കളിക്കുന്ന വീണ്ടും ഡെവിൾ ലെവൽ എന്ന ഗെയിമാണ്. ഇത് പാർട്ട് 7 ആണ് ഗായ്സ്. ഇത് പാർട്ട് 1 തൊട്ട് 6 വരെ കാണാത്തവർ നമ്മുടെ ഈ ചാനൽ വീഡിയോ ഉണ്ട്. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ നേരെ താഴേക്ക് വീണിട്ടുണ്ട് ഗായ്സ്. ഹലോ സുഹൃത്തുക്കളെ, നമ്മൾ വീണ്ടും ട്രൈ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇപ്പോഴത്തെ സ്വിച്ച് നോക്കിയിട്ടുണ്ട്. പിന്നെ ഇത് കയറണം. ആടെ തുള്ളാൻ പറ്റില്ല കഴിച്ച്, ഞാൻ തുള്ളിപ്പോയി അറിയാണ്ട്. നമ്മളെ കല്ല് നേരെ നമ്മളെ അടുത്തേക്ക് കൊണ്ടുവന്ന് മുന്നോട്ടേക്കും ബാക്കോട്ടേക്കും അനങ്ങാനും പറ്റൂല. ഇനി ഇപ്പോഴത്തെ സ്വിച്ച് വെക്കാൻ പറ്റില്ല, ഇങ്ങോട്ടേക്ക് ഓടേ വേണ്ടത്. അപ്പോൾ അവിടെ സ്വിച്ച് പൊങ്ങിയായിരുന്നു. നേരത്തെ നമ്മൾ അങ്ങനെ ചെയ്യിട്ടാന്ന് കണ്ട. എനിക്ക് വേണം ഇപ്പോഴത്തെ സ്വിച്ച് വെക്കാൻ. അപ്പോൾ അവിടെ സ്റ്റെപ്പ് വരും, സ്റ്റെപ്പിലോട്ട് കയറുക. അതെന്താ ഇത് ഗൈസ്, എനിക്കറിയില്ല അതെന്തുമായിട്ട് പൊട്ടിയതാണ്. എൻ്റെ ഇവിടുത്തെ സ്വിച്ച് വെക്കുക, അപ്പുറത്തെ സ്വിച്ച് വെക്കുക, എന്നിട്ട് ഈ സ്റ്റെപ്പ് പോലത്തെ സാധനം കയറാം. എനിക്ക് ഇവിടെ നിൽക്കണ്ടേ അല്ല ഗൈസ്, മേലെ നിൽക്കേണ്ടത്. നമ്മളെ നേരെ ഉന്തിയിട്ട് വാതിൻ്റെ ഉള്ളിലേക്കാക്കും. ഞങ്ങൾ ഈ ലെവൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സ്വിച്ച് വെക്കുക. ഒന്നും ചെയ്യണ്ടെന്ന് തോന്നുന്നു. നമ്മളെല്ലാം ഇവരെന്നെ കൊണ്ടുപോകുമെന്ന് തോന്നുന്നു. ഗൈസ്, ഞാൻ വെറുതെ ആ വാതിലിന് അങ്ങോട്ടേക്ക് പോകുന്ന വെച്ചിട്ട് പോകാൻ നോക്കിയതാണ്. അപ്പോൾ വാതിൽ ഇങ്ങോട്ടേന്ന്. ഈ ലെവൽ ഒന്നും ചെയ്യണ്ട, നമുക്കൊരു പണി എടുക്കേണ്ട ഈ ലെവൽ. എല്ലാവരും വീഡിയോ കാണുന്നവരെല്ലാവരും പ്ലീസ് സബ് ആൻഡ് ലൈക്ക്. ഗൈസ്, ഈ ലെവലാകെ ഒരു പണിയില്ല. സ്വിച്ചൊക്കെ ഫുൾ പണി ഞാൻ എടുത്തോളും. എന്താണ് ഗൈസ്, ഇതെനിക്ക് മനസ്സിലായി. ഇത് മുള്ളില്ലേ, മുള്ളിന് വലത്തും കയറുമ്പോൾ പൊട്ടൂല. അല്ലാത്ത മുള്ളില്ലാത്ത സ്ഥലത്ത് തുള്ളുമ്പോൾ പൊട്ടും. കണ്ട, ഉള്ള സ്ഥലത്തോട്ട് നടക്കണം ഗൈസ്, അല്ലെങ്കിൽ മുള്ളില്ലാത്ത സ്ഥലത്തോട്ടല്ലേ നടക്കണ്ടേ. ഇത് മുള്ളുള്ള സ്ഥലത്ത് നടക്കണം. കണ്ട ഗൈസ്, അത് അറിയാണ്ട് ആ നിലത്തൊട്ട് പോയി. കണ്ട, ഇത് അങ്ങോട്ടേക്ക് മാറും. അപ്പോൾ അടുത്ത രണ്ടാമത്തെ പ്രാവശ്യം തുള്ളണം. നേരെ തുള്ളു. അപ്പം ആ ലെവലും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതെന്താ ചെയ്യേണ്ടത് മനസ്സിലായില്ല. നേരെ പോക്കാൻ തോന്നുന്നു. ഈ സ്വിച്ച് അമർത്തിക്ക് എന്തെങ്കിലും പണി കിട്ടും ഗൈസ്, പണി കിട്ടും ഗൈസ്. അതാ മുള്ളു പൊന്തി വരുന്ന ഗൈസ്. അതിൻ്റെ ഇടയ്ക്കാട് മറ്റേ ഗ്യാപ്പ് വിരിച്ച് അതിൻ്റെ അടുത്ത് പെട്ടപ്പോൾ ഡെഡായി. അത് നമ്മൾ നോക്കിയിട്ടേ കളിക്കും. അവിടെ എത്തുമ്പോൾ ഓട്ടോമാറ്റിക് തുറക്കുകയും ചെയ്യും, പൂട്ടുകയും ചെയ്യും ഗൈസ്. ആ കല്ലിന് മേലെ പോകണം ഗൈസ്. കല്ലിന് മേലെ തുള്ളിയിട്ട് പോകണം. എനിക്ക് നേരെ ഓടിപ്പോയി ഡോറിൽ കയറണം. നമുക്ക് ഈ പ്രാവശ്യം കഴിയാൻ നോക്കാം ഗൈസ്. ഇന്ന് മേലേക്ക് പോകാൻ കഴിയാത്ത ഇനി അടുത്ത് ഇവിടെ വരൂലേ. പൊട്ടി. അത് കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഇപ്രാവശ്യം സ്പീഡിൽ കളിക്കണം ഗൈസ്, ഇപ്രാവശ്യം സ്പീഡിൽ കളിക്കണം. എന്നാലും ഈ ചലഞ്ച് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. ലെവൽ കംപ്ലീറ്റ് ആക്കാൻ കഴിയും ഗൈസ്. നമ്മൾ നേരം ഇത് ഓണാക്കിയിട്ടുണ്ട്. വേഗം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് ഗൈസ്, കുറച്ച് ലേറ്റാണ്. ഇത് പൊട്ടി. കണ്ട, പൊട്ടി. കല്ല് വരെ കുറച്ച് ലേറ്റായി. അതുകൊണ്ടാ പൊട്ടി. അങ്ങനെ വീണ്ടും നമ്മൾ സ്വിച്ച് അമർത്തിയിട്ടുണ്ട്. ഇവിടെ എന്തോ ഗ്യാപ്പ് വരും. ഗ്യാപ്പ് എൻ്റെ അടയും ഗൈസ്. ലേറ്റാകാൻ പറ്റില്ല ഗെയിം. ഇത് നമ്മൾ ജയിക്കുമോ ഇല്ലയോ നിങ്ങൾ കമൻറ്റിലേക്ക് അറിയിക്കുക ഗൈസ്. നമ്മൾ സ്പീഡിലാട്ട് ഇപ്രാവശ്യം പോകുന്നു. ഗ്യാപ്പ് വന്ന് പൊട്ടി ഗൈസ്, പൊട്ടി. ആടുന്ന് തുള്ളാൻ കഴിഞ്ഞിട്ടില്ല, അപ്പോൾ പൊട്ടി ഗൈസ്. വീണ്ടും സ്വിച്ച് അമർത്തിയിട്ടുണ്ട്. ഈ ലെവൽ ഏറ്റവും സ്പീഡാണ് വേണ്ടത്. ഇതാകുമ്പോൾ ജയിക്കുമെന്ന് തോന്നട്ടാ.
അല്ല ജയിക്കൂല പൊട്ടി. പക്ഷേ ആടെത്തുമ്പോൾ തുള്ളണം. പെട്ട് വീണ്ടും സ്വിച്ച് ആക്കിയിട്ടുണ്ട് ഗൈസ്. ഇപ്പം അതിൻ്റെ ഉള്ളിലേക്ക് വീഴണ്ടേന്ന് പറയുമ്പോൾ ഇപ്പുറത്തിലോട്ട് വീണിട്ട് ആ മുള്ളിനട്ടി. എന്താ അവസ്ഥ. ഇപ്പോൾ ഇവിടെ ഗ്യാപ്പ് വരും, നമ്മൾ നോക്കണം. എന്നിട്ട് ഇവിടെ തുള്ളിയിട്ട് നേരെ എളുപ്പണം. ആ കയറി ഇവിടെ മുള്ള് വന്നിട്ട് പോണ ഗൈസ്. കണക്ക് വന്ന് മുള്ള് വരാൻ മുന്നേ പോയിട്ട് വാതിൽ പോയി കയറണമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഒന്ന് ട്രൈ ചെയ്യാം. അങ്ങനെ ഗൈസ് വീണ്ടും നമ്മൾ ആ ലെവൽ തുടങ്ങിയിട്ടുണ്ട്. സ്വിച്ച് അമർത്തി നേരെ സ്പീഡിൽ പോവുകയാണ്. അയ്യോ ഇവിടെ വരുമല്ലേ പിരാന്ത്. സ്പീഡിൽ അത് ആടെ നിന്ന് കളിച്ചിട്ടാണ്. ഞാൻ വിചാരിച്ച് അങ്ങനെയൊന്നല്ല, മുള്ള് വന്നിട്ട് മറ്റേതായാലില്ല മുള്ളിൻ്റെ മേലോട്ടായാലും ഒന്നും കുഴപ്പമില്ലാത്ത അതേപോലെ വെച്ചാണ് നിന്നേ. മഴ കിട്ടി വീണ്ടും ട്രൈ ചെയ്യുകയാണ് ഗൈസ്. അമ്മ വീണ്ടും എത്തിയിട്ടുണ്ട്. ഓടിപ്പോയിട്ട് കയറണം. കണ്ട ഞാൻ പറഞ്ഞ പോലെ തന്നെ സംഭവം അങ്ങനെ തന്നെ കയറണ്ടത്. ഇതാണ് എനിക്ക് തോന്നുന്നത്. ഈ ഗ്യാപ്പിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ മുള്ള് കയറാം. ഇത് ഇവിടെ തുള്ളാൻ കഴിഞ്ഞില്ല ഗൈസ്. അവിടെ ഇത് കണ്ട അവിടെ തുള്ളാൻ കഴിഞ്ഞില്ല. ഈടുന്നേ തുള്ളാൻ കഴിയുന്നല്ലോ. ഞാൻ എൻ്റെ വൈപ്പാണ് ഗൈസ്. അത് മുള്ള് വരാൻ കുറച്ച് ഏർലി ആയിട്ട് തുള്ളിപ്പോയി. കണ്ടാ ഓടിപ്പോയി കയറണം ഗൈസ്. മുള്ള് വരാൻ മുന്നേന്ന് തോന്നുന്നു. അങ്ങനെയും തോന്നുന്നു. കണ്ട് ഇവിടെ തുള്ളാൻ കഴിയുന്നില്ല. കണ്ടാ ഗൈസ് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകും ഗൈസ്. പക്ഷെ ഇതിൻ്റെ ഇപ്പുറത്ത് വാങ്ങിയില്ലേ. അങ്ങനെയുണ്ടൊരു സീന്. അങ്ങനെ ഉണ്ടല്ലോ ഒരു സീന് ഗൈസ്. ഈടൽ തുള്ളാങ്ങി ആടെ മാത്രമേ തുള്ളാങ്ങിയൊക്കെ ഗൈസ്. നമ്മളിപ്പോൾ നേരെ ഈടെത്തിയിട്ടുണ്ട്. അങ്ങനെ ഇതും ഈടെത്തിയിട്ടുണ്ട് ഗൈസ്. ഇതിൻ്റെ ഉള്ളിലേക്ക് പോകണമെന്നോ വീണ്ടും എന്നിട്ട് വീണ്ടും കയറണം. എന്നിട്ട് നമ്മൾ ആ ലെവൽ കംപ്ലീറ്റ് ആയിരുന്നു ഗൈസ്. ഇതല്ലേ ഇതിൻ്റെ അപ്പുറം നമ്മൾ ലെവൽ വന്നാലും കംപ്ലീറ്റ് ആവും. നാളെ പറ്റി ഇതെല്ലാം നമുക്ക് കുറേ കണ്ടതാണ് ഗൈസ്. പറ്റിക്കല് മുന്നോട്ട് പോകുന്ന പോലെ ആക്കിയിട്ട് ബാക്കോട്ട് വരുത്ത് വല്ലാത്ത പറ്റിക്കലാണ്. ഇത് ചെറിയ പറ്റിക്കലാണ് ഗൈസ്. വീണ്ടും അത് പറ്റിച്ച് എന്താണെന്ന് നോക്കണേ. ഇപ്രാവശ്യം പറ്റൂലടാ. നമുക്കണ്ട എസ്കേപ്പ് ആയിട്ടുണ്ടായിരുന്നു ഗൈസ്. ഞാൻ വിചാരിച്ച് നേരെ താഴേക്ക് പോകുന്ന വെച്ചിട്ട് വെപ്രാളപ്പെട്ടാൽ നോക്കുമ്പോൾ താഴെ ഇതുണ്ട്, സ്ഥലമുണ്ട്. നമ്മൾ ആ ഗ്യാപ്പുള്ള സ്ഥലത്ത് നിൽക്കണമെന്നാ നിന്നിട്ടുണ്ട്. പക്ഷേ അവൻ ഇങ്ങോട്ട് നിൽക്കണം ഗൈസ്. ലെഫ്റ്റ് സൈഡോട്ട് നിൽക്കണം. റൈറ്റ് സൈഡിൽ മുള്ള് വരും. ഇത് പോയി ഗൈസ്. അവസാനം പോയി. ഇപ്പം ആ ലെവൽ എസ്കേപ്പ് ആയിരുന്നു. അപ്പോൾ അടുത്ത ലെവലിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. ഈ ലെവലിൽ എന്താ പിരാന്തമ്മ ഇതിങ്ങനെ തട്ടിക്കളിക്കും. തട്ടിക്കളിക്കും ഗൈസ്. ലാസ്റ്റ് നിമിഷം നമ്മളെ പറ്റിച്ച്. ലാസ്റ്റ് നിമിഷം ഇത് അങ്ങോട്ട് പോയിൻ്റ് ഇതടക്കുമ്പോൾ അപ്പം നമ്മൾ തുള്ളിയത് വെറുതെയാവും. കണ്ടാ ഇത് ഇങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ തുള്ളാൻ പറ്റൂലേ. നമുക്കിപ്പോൾ തിരിഞ്ഞ് ചെറുതായിട്ട് അങ്ങനെയും തോന്നേ. അങ്ങനെ തന്നെ ഗൈസ്. അങ്ങോട്ട് പോകുമ്പോൾ ഇനി പോകാൻ പറ്റൂല. നേരെ ഡോർ കയറി പോവാ നേരെ. ഞാൻ വെച്ചാൽ നീ അടുത്ത പണി ഉണ്ടാവും ഗൈസ്. ഇത് നമ്മൾ ഭയങ്കര സ്പീഡിൽ ഇത് വരുന്നു. നമ്മളെ റിഫ്ലക്ഷൻ സ്പീഡ് കണ്ടാ കയറി. ഈ ലെവൽ ഒരിക്കൽ പോലും അവൻ ഡെഡ് ആയിട്ടില്ലേ.
സത്യമായിട്ട് ഗൈസ്. ഇതിങ്ങനെ കുറച്ച് പാടാന്ന് തോന്നിയത് അതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ കൂടുതലും ചെയ്യുന്നു. അതിൻ്റെ ഉള്ളിലോട്ട് പോയിട്ട് ഗൈസ് അതിൻ്റെ ഇടയ്ക്ക വാതിൽ പോയിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി. നമുക്ക് ഈ മതിലുള്ളതുകൊണ്ട് കയറാൻ കഴിയുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് പോയി കയറി ഗൈസ്. നമ്മൾ വീണ്ടും പല ലെവലിൽ ട്രൈ ചെയ്യുകയാണ്. ഇതാകുമോ? ഇല്ല ഗൈസ്, കുറച്ച് ലേറ്റ് ആയിപ്പോയി. നമുക്കൊന്ന് സ്പീഡിൽ കളിച്ച് നോക്കാം. സ്പീഡിൽ കണ്ട ആ സ്വിച്ച് വെക്കുമ്പോൾ അവസാനം ഭയങ്കര സ്പീഡിലായി വരുന്നു. അവസാനം ഭയങ്കര സ്പീഡിലായി വരുന്നു സ്വിച്ച് വെക്കുമ്പോൾ. കണ്ട ആ സ്വിച്ച് അവിടെ വന്നു. സ്വിച്ച് വെക്കാണ്ട് നമുക്ക് പോകാനും കഴിയില്ലായിരുന്നു ഗൈസ്. അതെങ്ങനെയായിരുന്നു ഇത്ര നേരം അതിൻ്റെ മതിൽ കിടക്കാൻ കഴിഞ്ഞിട്ടില്ല, ഇപ്പോൾ കിടക്കാൻ കഴിയും ഗൈസ്. അമ്മ ആ സ്വിച്ച് വെക്കാൻ പറ്റൂല. ഒന്നാമത്തെ തെക്കി ഇപ്പുറത്തുള്ള വെക്കാൻ പറ്റൂല. അറിയാണ്ട് നോക്കിപ്പോയി, ഓർമ്മയില്ലാണ്ട്. ഈ സ്വിച്ച് വെക്കാം. എൻ്റെ അമ്മ ഇവിടെ വരുന്ന സ്വിച്ച് ഉണ്ട്, അത് നിൽക്കുക. അപ്പോൾ ഇത് സ്ലോ ആയിട്ട് വരും. എന്നിട്ട് അമ്മ നേരത്തെ ഉള്ളിൽ കണ്ട അത് എസ്കേപ്പ് ആയിട്ടുണ്ട്. കണ്ട ഇത് മറ്റേ തന്നെ ആ കല്ല് വരുന്നത് ഗൈസ്. അങ്ങനെ വീണ്ടും നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ വരുമ്പോൾ വേ തുള്ളണം തോന്നും ഗൈസ്. ഇതിങ്ങനെ വന്ന് ബാക്ക് ഇപ്പോൾ വരും, തുള്ളണം തോന്നും. അങ്ങനെ തന്നെ തോന്നാ. കണ്ട ഗൈസ് അത് ഇങ്ങോട്ടേക്ക് മാറിക്കളഞ്ഞു ആളെ പറ്റിക്കാൻ. നമുക്ക് ഓർമ്മയില്ല ആണോ ഇത് വരും. അമ്മ അങ്ങോട്ടേക്ക് തുള്ളുമ്പോൾ ഇല്ല വരും. പക്ഷേ വീണ്ടും പൊട്ടി ഗൈസ്. അങ്ങനെ വീണ്ടും നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും തുള്ളുമ്പോൾ കട്ട താഴെ വരും. നമ്മൾ തുള്ളണം. അപ്പോൾ ബാക്ക് ഒരു കട്ട ഉന്തിടാൻ നോക്കും. അപ്പോൾ ഇവിടെ നിന്ന് ഒരു കട്ട വരും. ആ കട്ട നമ്മളെ സ്പീഡിൽ ഉന്തിടാൻ നോക്കും. അപ്പോൾ ഇവിടെ ഒരു കട്ട വരും, മുകളിൽ സ്പീഡ് വരും. അപ്പോൾ നമ്മൾ എസ്കേപ്പ് ആയിട്ടുണ്ട്. നമ്മൾ അടുത്ത ലെവലിലെത്തി. ലാസ്റ്റ് ഫൈനൽ പോസ്റ്റ് ആവുന്നത്. അപ്പോൾ ഈ ഡബിൾ ലെവൽ കഴിഞ്ഞ് ഗൈസ്. ഡബിൾ ലെവൽ കഴിഞ്ഞ് സിമ്പിളാണ്. തെന്നിപ്പോയി കഴിഞ്ഞ് സിമ്പിളാണ്. കല്ല് വരുമ്പോൾ അങ്ങ് നിന്നാൽ പോലെ. അല്ല ഗൈസ്, സിമ്പിളല്ല സുഹൃത്തുക്കളെ, സിമ്പിളല്ല. കണ്ടി കല്ലിങ്ങനെ വരും. ഇത് സിമ്പിളല്ല. ആദ്യം വിചാരിച്ചപ്പോൾ സിമ്പിൾ എന്നേലും വിചാരിച്ച്. സിമ്പിളല്ല ഗൈസ്, സിമ്പിളല്ല. അവിടെ മുള്ളി വരും ഗൈസ്. 2 ടാപ്പ് ചെയ്തിട്ട് തുള്ളണം ഗൈസ്. 2 ടാപ്പ് ചെയ്തിട്ട് തുള്ളുന്ന വട്ട 2 ടാപ്പ് ചെയ്യണം ഗൈസ്. ഇത് സിമ്പിളാണ് ഗൈസ്. ആ കുറച്ച് ലേറ്റ് ആയിപ്പോയി. നേരത്തെ തുള്ളിപ്പോയി. ഇത് ആളെ പറ്റിക്കുന്ന വരുന്ന പോലെ ആക്കിയിട്ട് പിന്നെ അടുത്ത നിൽക്കുന്നു. അപ്പം കുറച്ച് ലേറ്റായിട്ട് തുള്ളണം അല്ലേ. നമ്മ തുള്ളിയിട്ടുണ്ട്. ഇതിൻ്റെ മേലെ കയറിയത് ഇപ്പുറത്തിലോട്ട് തുള്ളണം ഗൈസ്. ഇപ്പുറത്തിലോട്ടാ പെട്ട് അങ്ങനെ തുള്ളി ഗൈസ്. ഓർമ്മയില്ല ആടെ അങ്ങനെ പറ്റിക്കുന്നു. ഓർമ്മയില്ല ആളെന്ത് പറ്റിച്ചിട്ട് ഗൈസ്. വീണ്ടും ഓർമ്മയില്ല. ആടെ പോയിട്ട് വീണാണ്. എന്ത് ഞാൻ എല്ലാം മാറാന്ന് കണ്ട ഗൈസ്. ഇനി അടുത്ത് കഴിയുമ്പോൾ നമ്മൾ തുള്ളി കഴിഞ്ഞാൽ വിളക്കാറില്ല കണ്ട. ഇപ്പുറത്തേക്ക് ഇങ്ങനെ തുള്ളണം. നമ്മൾ ആ ലെവലേ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ ലെവൽ ഈസിയാന്നൊന്നുമില്ല. നമ്മൾ ഈ മുന്നോട്ടൊക്കെ നമ്മളെപ്പടി കട്ടിയും വരും. ഉള്ള സിമ്പിൾ എന്നൊന്നും പറ്റില്ല, പാടുള്ള തന്നെ ആയില്ല. ജസ്റ്റ് മിസ്സിങ് നമ്പർ രക്ഷപ്പെട്ടിട്ടുണ്ട്. അല്ല ലാസ്റ്റ് വന്നിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് തുള്ളണം എന്നൊന്നും കൈസൊക്കെ ഇപ്പം തിരിഞ്ഞു. ഈ ലാസ്റ്റത്തെ കട്ടയിൽ വെക്കുന്ന കേട്ടോ സേഫ്. ബാക്കിയെല്ലാം നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പറ്റും. കാരണം ലാസ്റ്റത്തെ കട്ടയിൽ നിൽക്കുന്നത് സേഫ്. പക്ഷേ തുള്ളി ഗൈസ് അപ്പക്ക് ലേറ്റ് ആയിപ്പോയി. കുറച്ച് നേരത്തെ തുള്ളണേ. ഇത് ആദ്യം നമ്മൾ അറ്റാക്ക് ചെയ്യും, പിന്നെ നമ്മൾ ഈ സൈഡിൽ നിന്ന് അറ്റാക്ക് ചെയ്യില്ല. ഉണ്ടാ
മാർത്തന്നെ നിന്നിട്ടുണ്ട്. ഒറ്റത്തുള്ളി കണ്ട എസ്കേപ്പായി. ഇത് സൈഡിൽ നിൽക്കുക, ഇത് നടുക്ക് നിൽക്കുക. നടുക്ക് നിൽക്കേണ്ട ഒരു സൈഡിൽ നിന്നിട്ട് പിന്നെ അങ്ങനെയല്ല തെന്നിപ്പോയിട്ട് വീണ് കഴിച്ചു. തെന്നിപ്പോയിട്ട് വീണ് അമ്മ അങ്ങനെ നേരത്തെ പൊട്ടിയ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നടുക്ക് നിന്നിട്ട് അമ്മ രക്ഷപ്പെടുകയാണ്. ഇവിടെ നിന്ന് അങ്ങനെ രക്ഷപ്പെടാൻ ഇവിടെ 3 മുള്ളൽ ഗൈസ്. സൈഡിൽ പോയിട്ട് നിൽക്കണം, നടുക്ക് ഇതാവും. സൈഡിൽ പോയിട്ട് നിൽക്കണം. ഞാൻ ഓർമ്മയില്ലാണ്ട് ഞാൻ അവിടെ പോയി വീണ് നടുക്കന്നെ നിൽക്കും. അങ്ങനത്തെ ഞാനാണ് ഞാൻ. സൈഡിൽ പോയിട്ട് നിന്നിട്ടുണ്ട്. കാരണം ഇനി എന്താക്കണ്ട നേരെ പോയിട്ട് അമ്മ ലെവൽ എസ്കേപ്പ് ആയിട്ടുണ്ട്. ഇവിടുന്ന് ചെയ്യണ്ടേ ഇത് നമ്മൾ തനിയെ കൂട്ടിക്കൊണ്ട് പോകണം തോന്നുന്നേ. തനിയെ കൂട്ടിക്കൊണ്ട് പോകുമെന്ന് തോന്നിയത് ഗൈസ്. സൈസ് വണ്ണം കുറഞ്ഞും ചെയ്ത്, സൈസ് ആ കട്ടൻ്റെ സൈസില്ലേ കുറയുകയും ചെയ്ത്, സ്പീഡ് കൂടുകയും ചെയ്ത്, മുള്ളിൻ്റെ സ്പീഡും കൂടി ഗൈസ്. ലാസ്റ്റ് എനിക്ക് പാളെ പഠിപ്പിച്ച് നടുക്ക് ഒതുക്കണം ഗൈസ്. നടുക്ക് ഒതുക്കണം എന്നാലേ കാര്യമുള്ളൂ. സൈഡിൽ നിന്ന് ഇങ്ങനെ വേഗം കുറയുന്നു. അടുത്ത 3 ആദ്യം 1 സൈക്കിൾ ഇപ്പോൾ 3. കുറച്ച് നേരത്തെ തുള്ളിപ്പോയാൽ കണ്ട പൊട്ടുന്നതിന് ഉദാഹരണമാണ് ഇപ്പം സംഭവിച്ചത്. ഉദാഹരണം നേരത്തെ തുള്ളി നേരെ താഴേക്ക് വീണ് എടുത്ത് ചാട്ടം കണ്ട വീണ്ടും പോയി കണ്ട. നമുക്ക് സ്വിച്ച് വെക്കാം. വീണ്ടും പൊട്ടി. വീണ്ടും പൊട്ടിക്കൊണ്ടിരിക്കുന്നവർ ഞാൻ. പൊട്ടി പൊട്ടിയില്ല. പൊട്ടിയില്ലേ. സ്വിച്ചൊക്കെയിട്ടുണ്ട്. വീണ്ടും നമ്മൾ അങ്ങനെ തുള്ളാൻ തുടങ്ങിയിട്ട് സ്വിച്ചൊക്കെ. ഇനി നമുക്ക് ഈ സൈഡിലാണ് പോയിട്ട് നിൽക്കണം. നടുക്ക് ഇനി അവിടെ പിന്നെ കുറയാമോ ഗൈസ്. ആടെ തന്നെ നിൽക്കണം ഗൈസ്. അപ്പം മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് കൺട്രോൾ ചെയ്യാൻ ഭയങ്കര പണിയാണ്. ഇപ്രാവശ്യം ജയിക്കുമെന്ന് തോന്നുന്നില്ല. ജയിക്കുമെന്ന് പറയുന്നവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. ഇനി ഇപ്പുറത്തൊന്നും കുറയും ഗൈസ്. ഗൈസ് എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക ഗൈസ്. ഇത് സിമ്പിളാണ്. കോഡ് വരുമ്പോൾ ഇങ്ങനെ മാറിക്കൊടുക്കാം ഗൈസ്. പറ്റിച്ച് 2 ബോളെന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. 3ാമത്തെ ബോളിൻ്റെ വരാത്ത അടപ്പോയാലേക്ക് വരുന്നുണ്ടാ. അമ്മ എസ്കേപ്പ് ആയിട്ടുണ്ട്. ആടൊന്നും അല്ലെ ആ ചലഞ്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് മേലോട്ട് പോയിട്ട് നടുക്ക ഫാൻ വരും. അപ്പൊക്കെ അമ്മ അടുത്തയിൽ തുള്ളണം. നമുക്ക് അടുത്തയിലേക്ക് തുള്ളണം. എന്നിട്ട് ആ സാധനം പോകുമ്പോൾ നമുക്ക് ആ വാതിലാണോ ആ വാതിലിലേക്ക് തുള്ളണം. ഇത് നമുക്ക് തിരിഞ്ഞ് നേരെ അമ്മ ഇങ്ങനെ പുറത്ത് ചെയ്യണം. എന്നിട്ട് ആടെ നിൽക്കാൻ പറ്റില്ല ഗൈസ്. ഇപ്പുറത്തെ സൈഡിൽ പോയിട്ടാണ് നിൽക്കേണ്ടത്. തിരിഞ്ഞു ഈടൊന്നും ഒന്നാവൂലേ കണ്ട. ആടെ മാത്രമേ ആവും. അമ്മ എസ്കേപ്പ് ആയിട്ടുണ്ട്. ചുമ ഉള്ളതുകൊണ്ടാണ് ഇത്ര നാളും ഞാൻ റെക്കോർഡ് ചെയ്യാണ്ട് വീഡിയോ. ഗൈസ് അമ്മ വീണ്ടും അടുത്ത ലെവലെത്തിയിട്ടുണ്ട്. എന്തെങ്കിലും പണി ഉണ്ടാവും ഇവിടെ. ഗൈസ് എനിക്ക് തോന്നി എന്തെങ്കിലും പണി ഉണ്ടാവും ഗൈസ്.
ഇപ്പം അവൻ റെഡി ആയിട്ടല്ലോ വന്നു. ആദ്യം നമുക്ക് അറിയില്ലല്ലോ എന്താ സംഭവിക്കാം. ഗൈസ് കണ്ട സ്പീഡിൽ ടൈമിൽ ഭയങ്കര പ്രധാനമാണ്. കണ്ട എസ്കേപ്പ് ആയി. ഗൈസ് ഫൈനൽ ഫൈറ്റ് ഫൈനലാണ്. ബോസ് ഫൈറ്റാന്ന് തോന്നിയത്. ബോസ് ഫൈറ്റ് എന്നല്ല, ബോസ് ചലഞ്ച് ആണെന്നോ. ഇതിൽ ഫുൾ മുട്ടക്കാട്ട പണിയെല്ലാം ഉണ്ടാകും. മുട്ടക്കാട്ട പണി, മുട്ടൻ്റെ കാട്ടോ പണി ഗൈസ്. അത് ഉള്ളപ്പോൾ തുള്ളണം തോന്നുന്നു, ഇല്ലാത്തപ്പോൾ തുള്ളാൻ പറ്റൂല തോന്നുന്നു. ഇപ്പം തിരിഞ്ഞ് ഏകദേശം കണ്ട ഇപ്പോൾ പൊട്ടുന്നുണ്ട്. ഞാൻ വെറുതെ രണ്ടാമതൊന്ന് ഉറപ്പിച്ചതാണ്. അങ്ങനെ തന്നെയാണോ? അങ്ങനെ തന്നെ ഉള്ളപ്പോൾ തുള്ളണം. കണ്ട ഇങ്ങനെ സ്വിച്ച് വെക്കരുത് ഗൈസ്, സ്വിച്ച് നിൽക്കരുത്. കണ്ട ഇപ്പം എൻ്റെ പോലെ സ്വിച്ച് ഒക്കെ എനിക്ക് ഞാൻ സ്വിച്ച് ഒക്കെ ആ മുള്ളെല്ലാം പോകും. നോക്കുമ്പോൾ താഴത്ത് ഇതാ പോയി ഫ്ലോറ്. ഇപ്രാവശ്യം ഞാൻ സ്വിച്ച് വെക്കാൻ പോകുന്നില്ല ഗൈസ്. ഇപ്രാവശ്യം സ്വിച്ച് വെക്കാൻ പോകുന്നില്ല. നമുക്ക് ഈ ലെവലിൽ തിരിഞ്ഞ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ല, മുള്ളിൽ തട്ടിയാൽ കുഴപ്പമില്ല. ആ ചലഞ്ച് എല്ലാം മിക്സായിട്ടുള്ള ചലഞ്ച് ഗൈസ്. ബോർഡ് ഉണ്ടായിന് കഴിഞ്ഞ പ്രാവശ്യം ചലഞ്ചിൽ. കുഞ്ഞി ചലഞ്ച് ഫുൾ കൂട്ടിയിട്ട് ഒരുമിച്ചിട്ടുള്ള വലിയ ചലഞ്ചാന്ന് തോന്നിയത്. കാരണം ഇതെല്ലാം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിട്ടില്ലേ. കണ്ടാ കഴിഞ്ഞ പ്രാവശ്യം, ഇപ്രാവശ്യം തന്നെ സോറി. ഉള്ള സ്ഥലത്തേക്ക് നടക്കണം. ഇപ്പോൾ കുഴപ്പമുണ്ടാവില്ല. ഈടെ കുഴപ്പമില്ലാന്ന് തോന്നുന്നു ഗൈസ്. ഈടെ കുഴപ്പമില്ല ഗൈസ്. ഇപ്പുറത്തെ സൈഡിൽ പോയി നിൽക്കണം. ആളെ മുള്ള് പേര് ഗൈസ്, വീരാന്ത് മുള്ള്. നേരെ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ മുള്ളൊന്നും സീനില്ല. ഇവിടുത്തെ മുള്ളെല്ലാം പാവാൻ തോന്നും. ആടത്തെ മുള്ളാൻ വല്ലാത്ത സാധനം ഗൈസ്. ഞാൻ വീണ്ടും ഓർമ്മയില്ലാണ്ട് പോയിട്ട് വീണ്ടും നിന്ന് കൊടുത്തി. മുള്ളു വല്ലാത്ത സാധനം പോലെ 2 സെക്കൻഡ് മുന്നേ പാർട്ടയാണ്. പിന്നെയും മറന്നു പോയിട്ട് ആടത്തിന് നിന്ന് വീണ്ടും പണ്ട് പറഞ്ഞ സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട്. ഇപ്രാവശ്യം ഞാൻ പൊട്ടം കളി കളിക്കൂല ഗൈസ്. പൊട്ടം കളിയിൽ കളിക്കൂല എന്ന് പറഞ്ഞതാണ്. നോക്കുമ്പോൾ താഴേക്ക് വീണുപോയി. എന്ത് ചെയ്യണമെന്ന് നോക്കണേ. അവിടെ പെട്ട് എന്തിനാ കളിയാ പൊട്ടിച്ച് ഗൈസ്. കണ്ട ഇത് എത്രാമത്തെ പ്രാവശ്യം കളിക്കുന്നത്. ഈ വീഡിയോയിൽ ഇത് കംപ്ലീറ്റ് ആക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അടുത്ത വീഡിയോ ഇതിനായിട്ട് ഒരു വീഡിയോ എടുക്കും. അത് ലാസ്റ്റ് എപ്പിസോഡായിരിക്കും. ഇതിൽ കംപ്ലീറ്റ് ആക്കാൻ കഴിഞ്ഞിട്ടിരിക്കും. ലെവലിൻ്റെ ലാസ്റ്റത്തെ ഫൈനൽ കളിയായിരിക്കും. ഈ ഗെയിം പിന്നെ കംപ്ലീറ്റ് ആക്കില്ലേ. അങ്ങനെ നമ്മൾ വീണ്ടും ഇതാക്കിയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇപ്പുറത്തെത്തുന്നു. ഇതിൽ കുഴപ്പമുണ്ടാവും ഗൈസ്. എനിക്കിത് ഓർമ്മ വന്ന് ഈ മുള്ള നമ്മൾ ഞാൻ പറഞ്ഞിട്ടില്ല, ഒരു പണിയും പാടാൻ ഒരു ലെവൽ പറഞ്ഞിട്ടില്ലേ, ഒരു പണി എടുക്കണ്ട. അതേപോലെ നമ്മളെ കൊണ്ടുപോകും. തിരിഞ്ഞ് ഇപ്പോൾ ഓർമ്മ വന്നു. എല്ലാ ലെവലും ഇതിലുണ്ട് ഗൈസ്. എല്ലാ ലെവലും ഉണ്ട് ഇതിൽ. അത് ഇപ്രാവശ്യം എന്താ പൊട്ടുന്നു? നേരത്തെ ഒന്നും പൊട്ടിയിട്ടില്ല. ഇപ്പം ഞാൻ പൊട്ടിച്ചെന്നെ. അത് വർക്കരും ഉണ്ടാ. താഴെ വീണിട്ടുണ്ട്. 1 2 3 ഇട്ട് നേരെ മുന്നിൽ പോവാ. ബാക്കിക്ക ഉള്ളിൽ വരുമ്പോൾ അനങ്ങാണ്ടിരിക്കുക. ഇങ്ങനെ പോവാം. ആ സ്വിച്ച് വെക്കാൻ പോയത് അങ്ങനെ വീണ്ടും നമ്മൾ എത്തിയിട്ടുണ്ട് പണ്ട് പറഞ്ഞ സ്ഥലത്ത് തന്നെ. ഈ സ്വിച്ചൊക്കെ എടുത്ത് നേരെ പോവുക. എൻ്റെ ഇവിടെ മുള്ളു വരും. നേരെ ഇപ്പുറത്ത് പോവുക. എന്നിട്ട് ഇവിടുത്തെ സ്വിച്ച് നിൽക്കണോ വണ്ടിയോ ഓർമ്മയില്ല. നക്കി വെക്കാം. നമ്മൾ നക്കിയിട്ടുണ്ട്. ഞാൻ എല്ലാ കാര്യം വേഗം മറന്നു. അതാണ് പ്രത്യേകത. നമ്മൾ തുള്ളിയിട്ടുണ്ട്. ഇത് ലാസ്റ്റ് ട്രൈ ആണ് ഗൈസ്. ഇത് കംപ്ലീറ്റ് ആക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ വീഡിയോ നിർത്തും ഗൈസ്. അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. കളിച്ച് മതിയായി. അത്ര നേരമായി കളിക്കാൻ പറ്റും ഗൈസ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.